ഉണ്ടായത് വളരെ ദാരുണമായിട്ടുള്ള ഒരപകടമാണ്. നിരവധി ആളുകളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. അതിൽ നമ്മളെല്ലാവരും ദുഃഖാർത്തരാണ്. സാജനടക്കം നിരവധി മലയാളികളും ഇന്ത്യയിൽ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ നിരവധി ആളുകളാണ് ഈ അപകടത്തിൽ ദാരുണമായി മരണപ്പെട്ടിട്ടുള്ളത്. അവരുടെ വേർപാടിൽ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ്. നിരവധി ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അവരെല്ലാം ചികിത്സയിൽ കഴിയുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാജൻ ഉൾപ്പെടെ ഉള്ളവരുടെ മരണപ്പെട്ടവരുടെ മൃതശരീരങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഏകോപനത്തോടെ നടക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ കുവൈറ്റിൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഇന്നിപ്പോൾ രാവിലെ അടിയന്തരമായി ക്യാബിനറ്റ് യോഗം ചേർന്ന് മന്ത്രി വീണ ജോർജിനെ അടിയന്തരമായി അവിടുത്തെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ പോകുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയുണ്ടായി. അവിടെ പരിക്കേറ്റവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ നൽകുന്നതിനും ബോഡി നാട്ടിലെത്തിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മന്ത്രിയും നേതൃത്വം നൽകും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നത്തേക്ക് ഈ മരണപ്പെട്ടവരുടെ ബോഡി എത്തിക്കാൻ കഴിയും. അപ്പോൾ നോർക്ക റൂട്ട്സുമായി തിരുവനന്തപുരത്ത് ബന്ധപ്പെട്ട അവസരത്തിൽ ബോഡി തിരിച്ചറിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം അത് ഇന്ന് തന്നെ എത്തിക്കാൻ കഴിയുമെന്നുള്ളൊരു അഭിപ്രായമാണ് അവർ പറഞ്ഞത്. എന്നാൽ തിരിച്ചറിയാത്ത മൃതശരീരങ്ങളെ സംബന്ധിച്ചിടത്തോളം DNA ടെസ്റ്റ് വേണ്ടിവരും. അപ്പോൾ എന്തായാലും ഒരു വൈകുന്നേരത്തോടു കൂടിയേ ആ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള ഒരു വിവരം നമുക്ക് ലഭിക്കുകയുള്ളൂ. മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് 5 ലക്ഷം രൂപ വീതം നൽകാനാണ് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത്. പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപ നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഗവൺമെൻറ്റിൻ്റെ ധനസഹായത്തിന് പുറമേ പല വിദേശ മലയാളികളും ഈ കുടുംബത്തെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് ഏകോപിപ്പിച്ചുകൊണ്ട് അവരെ കൂടുതൽ സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തും. ഇപ്പോൾ നമ്മുടെ എംബസി ബന്ധപ്പെട്ടായിരിക്കും മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിരവധി ആളുകളാണ് മരണപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൽ ഏതാണ്ട് 24ഓളം പേരാണ് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം മരണപ്പെട്ടതായി അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊച്ചി വഴി മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള ക്രമീകരണം ഉണ്ടാകണം എന്നുള്ള തരത്തിലാണ് സംസ്ഥാന സർക്കാർ കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് അറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇനി അതല്ല ഡൽഹിയിലാണ് മൃതശരീരങ്ങൾ എത്തിക്കുന്നതെങ്കിൽ അവിടെ നിന്ന് മൃതശരീരങ്ങൾ വീടുകളിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിലെ ഗവൺമെൻറ് ആ ക്രമീകരണങ്ങൾ നടത്താനായി തീരുമാനിച്ചിട്ടുണ്ട്. നോർക്ക റൂട്ട്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഹെൽപ്പ് ഡെസ്കിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. കേരളത്തിൽ നിരന്തരമായി ഈ കാര്യങ്ങൾ അറിയാനും അതുപോലെ തന്നെ ബന്ധുക്കളെ അറിയിക്കാനുമൊക്കെയുള്ള പ്രവർത്തനങ്ങൾ ഏകോപനത്തോടെ അതിൻ്റെ ക്രമീകരണങ്ങൾ നടക്കുന്നുണ്ട്. വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമാണ്. സാജൻ്റെ വേർപാടിലും അതോടൊപ്പം തന്നെ ഈ അപകടത്തിൽ മരണപ്പെട്ട അവരുടെ വേർപാടിൽ ഈ അവസരത്തിൽ ദുഃഖം രേഖപ്പെടുത്തുകയാണ്.